1990-കൾ മുതലാണ് എന്ന് പറയുമ്പോൾ ഏകദേശം 35 വർഷം കൊണ്ടുള്ള വിഭാഗീയത CPM-ലുണ്ട്. 90-കൾ മുതലാണ് കേരളത്തിലെ വ്യാപകമായി അച്യുതാനന്ദൻ ഗ്രൂപ്പ് എന്നും നയനാർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. അന്ന് അച്യുതാനന്ദൻ്റെ കൂടെയായിരുന്നു പിണറായി വിജയൻ നിന്നത്. പിന്നെ അത് അച്യുതാനന്ദൻ ഗ്രൂപ്പ് എന്നും പിണറായി വിജയൻ ഗ്രൂപ്പ് എന്നും മാറി. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി. കേരന്തെങ്കിലും കേരള നാട്ടിൽ KR ഗൗരി നമ്മ നയിക്കും എന്നൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ഒരു പ്രാവശ്യം നേരിട്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കിയില്ല. അതിൽ ഗൗരിയമ്മ അവസാനം പറഞ്ഞത് ഈ ചോവത്തി, അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ ചോവത്തി ആക്കണ്ട എന്ന് EMS പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള വളരെ രോക്ഷകുലമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണം ഗൗരിയമ്മയിൽ നിന്നു. ഗൗരിയമ്മ ജനാധിപത്യ സംരക്ഷണ സമിതി ഉണ്ടാക്കി, JSS ഉണ്ടാക്കി. ഇപ്പോൾ അത് വലിയൊരു ക്ലച്ച് പിടിച്ച പാർട്ടിയല്ല ഗൗരിയമ്മയുടെ കാലം കഴിഞ്ഞോടുകൂടി. അങ്ങനെ ഗൗരിയമ്മ പിന്നെ ആൻ്റണി മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായി വന്നു. JSSൻ്റെ ഭാഗമായി ഗൗരിയമ്മ കോൺഗ്രസ് മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായി വന്നു. അത് കഴിഞ്ഞിട്ടാണ് MV രാഘവനെ കൃത്യമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും. അതും ഒരു വലിയ വിഭാഗീയതയുടെ ഭാഗമായിട്ടായിരുന്നു. മുസ്ലിം ലീഗിനെ എടുക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു വിഷയമായി ബന്ധപ്പെടുത്തി വലിയ വിഭാഗീയത നടന്നു. അന്ന് MV രാഘവനോടൊപ്പം നിന്ന ആളുകളൊക്കെ കൂടി തിരിച്ചു വന്നു. പക്ഷേ MV രാഘവനെ പുറത്താക്കി. അങ്ങനെയാണ് CMP ഉണ്ടാവുന്നത്. ഇപ്പോൾ CMP CP ജോണാണ്, അവർകളാണ് നയിക്കുന്നത്. അപ്പോൾ CMP തന്നെ പിന്നെ അരവിന്ദാക്ഷൻ വിഭാഗം എന്നൊക്കെ പറഞ്ഞ് രണ്ടായി. CMP-ന് രണ്ടായും അങ്ങനെയുണ്ട്. അപ്പോൾ CMP ഉണ്ടായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടം മുഴുവൻ 90-കൾ മുതൽ 2000 വരെ വിഭാഗീയതയുടെ കൊടുമ്പിരി കൊണ്ട കാലഘട്ടമാണ് കേരളത്തിൽ. VS ഗ്രൂപ്പ് എന്നും അച്യുതാനന്ദൻ ഗ്രൂപ്പ് എന്നും VS അച്യുതാനന്ദൻ ഗ്രൂപ്പ് എന്നും പിണറായി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആളുകൾ രണ്ടായി തന്നെ പിരിഞ്ഞ് ജംഗ്ഷനുകളിൽ ഒന്നായി നിന്ന് സംസാരിച്ചിരുന്നവർ മുഖത്തോട് മുഖം നോക്കിയാൽ സംസാരിക്കാത്ത പോലും രീതിയിലേക്ക് മാറി. പരസ്പരം പാരവെപ്പും ഒറ്റുകൊടുപ്പും ഒക്കെ നടന്നു. പാർട്ടിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ജോലിയുള്ള സഖാക്കൾ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി അവർക്കെതിരെ പരാതി കൊടുക്കുന്നു. അവസാനം അവരുടെ ജോലി പോകുന്നു. അങ്ങനെ പരസ്പരം വെട്ടലിൻ്റെയും ഒറ്റുകൊടുക്കലിൻ്റെയും പാരവെക്കലിൻ്റെയും വെട്ടിനിരത്തലിൻ്റെയും ഒരു കാലമായിരുന്നു പിന്നെ കണ്ടത്. അത് വീണ്ടും വന്ന് കുറഞ്ഞു വന്ന് VS പലപ്പോഴും അതിൽ നിന്ന് മൗനം. VS-ൻ്റെ കൂടെ നിന്നവരെല്ലാം തോമസ് ഐസക്, MA ബേബി, NN കൃഷ്ണദാസ്, അതുപോലെ തന്നെ AK ബാലൻ, ശിവദാസ മേനോൻ, ആരെ എടുത്താലും കേരളത്തിലെ തലമുതിർന്ന ഏതൊരു നേതാവിനെ എടുത്താലും എല്ലാ S ശർമ്മയൊക്കെ ദീർഘകാലം എന്ന് തിരുവനന്തപുരം എടുത്താൽ പെരപ്പങ്കോട് മുരളി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ PK ഗുരുദാസൻ അടക്കമുള്ള വളരെ വലിയൊരു സംഘം കേരളത്തിലെ ഏത് ജില്ല എടുത്താലും ഏത് സ്ഥലമെടുത്താലും തലയെടുപ്പുള്ള എല്ലാ നേതാക്കളും VS-ൻ്റെ കൂടെയായിരുന്നു. പക്ഷേ VS എന്ത് ചെയ്തു എന്ന് വെച്ചാൽ VS-ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അതിനെ ഒരു ഗ്രൂപ്പായി VS വളർത്താൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തിന് പാർട്ടി മതി എന്ന് ശ്രമിച്ചതുകൊണ്ട് അദ്ദേഹം ഗ്രൂപ്പായി വളർത്തിയില്ല. ഒരുപക്ഷേ VS ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നൊരു സ്റ്റേജ് വരെ വന്നു. അങ്ങനെ ഇറങ്ങിപ്പോയി PB എന്ന് തരം താഴ്ത്തി ഒരുപാട് VS സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ ചെയ്തപ്പോഴും VS ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ, വേറൊരു പാർട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ, മറ്റൊരു പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഉണ്ടാകുമായിരുന്നു. എന്തായാലും 64-ൽ CPI-ൽ നിന്ന് ഇറങ്ങിപ്പോയാണ് VS പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. VS ഉൾപ്പെടെയുള്ള 7 പേർ ഇറങ്ങി വന്നിട്ടാണ് പുതിയ പാർട്ടി ഉണ്ടാകുന്നത്, EMS അടക്കമുള്ള ആളുകൾ. പക്ഷേ പിന്നെ അതിലിപ്പോൾ ജീവിച്ചിരുന്ന അവസാനത്തെ കണ്ണിയാണ് VS മരിച്ചുപോയി. എന്തായാലും 10, 30, 35 വർഷക്കാലത്തെ വിഭാഗീയതയുടെയും 25 വർഷക്കാലത്തെ വെട്ടിനിരത്തലിൻ്റെയും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും അധ്യായം അടഞ്ഞു. ഇനി അങ്ങനെ ഒരു ഗ്രൂപ്പ് സമവാക്യമില്ല. ഇനി വേണമെങ്കിൽ ഉണ്ടായി വരണം പാർട്ടിക്കകത്ത്. ഇതിനകത്ത് നടന്ന ഒരു തമാശ കൂടി ഞാൻ പറയാം. VS അച്യുതാനന്ദനോടൊപ്പം നിന്നവരെല്ലാം ആദർശശുദ്ധിയുള്ളവരും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ വിഭാഗീയ രാഷ്ട്രീയത്തിനും വിഭാഗീയ രാഷ്ട്രീയത്തിനെതിരായി നിന്നവരും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നിന്നവരും സ്ത്രീകളുടെയും ദളിതന്മാരുടെയും കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയൊക്കെ ക്ഷേമത്തിന് നിന്നൊരു വിഭാഗമായിട്ടാണ് VS-ൻ്റെ വിഭാഗത്തിന് എല്ലാവരും കാണുന്നത്. കാരണം VS ഒരു ആദർശവാനാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ ഉണ്ടായിരുന്നു, ജനങ്ങളുടെ ഇടയിൽ നന്നായി ഉണ്ടായിരുന്നു. ജനനായകനാണ് അദ്ദേഹം, ആദർശക്കാരനാണ് അദ്ദേഹം. കർഷകർക്കും തൊഴിലാളികൾക്കും വനിതകൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ള വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ VS-ൻ്റെ കൂടെ നിന്നവർ ഒന്നൊന്നായി ഇപ്പുറത്തേക്ക് മാറുന്നതാണ് പിന്നെ കാണുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. വ്യക്തിപരമായ ഓരോ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടായ വ്യക്തിപരമായ ദൗർബല്യങ്ങൾ അത് ഒരുപാടുണ്ടായി. ഞാനൊരു ചാനലിലൂടെ പറയുന്നത് ശരിയല്ല. വ്യക്തിപരമായ ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. പാർലമെൻ്ററി ജനാധിപത്യ മോഹം മുതൽ അങ്ങോട്ടെടുത്താൽ പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരാകാനുള്ള ആളുകളുടെ പടയോട്ടം, അതുപോലെ MP ആവാൻ, MLA ആവാൻ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ, സർവീസ് സംഘടന സൊസൈറ്റിയിൽ നിൽക്കാൻ, എവിടെയെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ള പടയോട്ടമുണ്ട്. ഒരു വശത്ത് അധികാര പടയോട്ടം, പിന്നെ സമ്പത്തുണ്ടാക്കാനുള്ള മോഹം, അതുപോലെ ബന്ധുമിത്രാദികൾക്കെല്ലാം ജോലി കൊടുക്കാനുള്ള താല്പര്യങ്ങൾ, അതുപോലെ മറ്റു ചില കാര്യങ്ങളുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടി ഉള്ള ആളുകളൊക്കെ VS-നെ വിട്ട് പോവുകയായിരുന്നു. ഓരോരുത്തരായി VS-നെ വിട്ട് പോയി. അവസാനം
VS ആരെയും സംരക്ഷിക്കുന്നില്ല, എനിക്ക് ഗ്രൂപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്നുള്ള നിലയിൽ VS മാറി. അവസാനം VSും നമ്മെ വിട്ടുപോയി. എന്തായാലും ഇത്രയും ഗ്രൂപ്പിസവും വിഭാഗീയതയും ഒക്കെ പാർട്ടിയിൽ നടന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്നതല്ല, പെരപ്പങ്കോട് മുരളിയെ പോലെയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പറയുന്ന, പുസ്തകങ്ങളിലും ഒക്കെ പറയുന്ന കാര്യം ഞാൻ എടുത്തു കോട്ട് ചെയ്തു എന്നുള്ളതാണ്. മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തായാലും വിഭാഗീയതയുടെ ഒരു യുഗം അങ്ങ് അവസാനിച്ചു. ഇനി അതില്ല. കാരണം ഇനി അങ്ങനെ വിഭാഗീയ പ്രവർത്തനം നടക്കണമെങ്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടായി വരണം. ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. കാര്യം രാഷ്ട്രീയ പാർട്ടിയിൽ എന്തും സംഭവിക്കാം. എപ്പോൾ വേണോ പുതിയ നേതാവ് ഉണ്ടാകാം, നേതാവിനനുസരിച്ച് അണികളുണ്ടാകാം, അനുയായികളുണ്ടാകാം, എന്ത് സംഭവിക്കാം പാർട്ടിക്കകത്ത്. ഇപ്പോൾ തന്നെ കണ്ണൂർ ലോബി, തെക്കൻ ലോബി എന്നൊക്കെ പറഞ്ഞ് ലോബികളുണ്ട്. അതിനകത്ത് തന്നെ മറ്റൊരുപാട് ഇടപാടുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ പിണറായി വിജയനെതിരെ ഈ നമ്മുടെ മുഹമ്മദ് റിയാസിനെതിരെയും ശക്തമായ രീതിയിൽ മരുമോൻ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു ഗ്രൂപ്പ് MP രാജേഷിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ KN ബാലഗോപാലിൻ്റെയും രാജീവിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഇതെല്ലാം ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയ വാർത്തകളൊക്കെയാണ്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത കെട്ടടങ്ങി. ഇനി പുതിയ വിഭാഗീയത ഉണ്ടായി വരണം. ഒരു വൺ സൈഡഡായി മാറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം VS ആയിരുന്നു മുഴുവൻ വിഭാഗീയതയുടെ ആളെന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹം ഒരു ആദർശ രാഷ്ട്രീയം കൊണ്ടുപോയത് കൊണ്ട് തന്നെ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നവരും അതിനകത്ത് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അവരുടെ കാലം കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇനി എത്ര കാലം ആശയങ്ങളും ആദർശങ്ങളും തത്വാധിഷ്ഠിത നിലപാടുകളും വർഗ ബഹുജന സംഘടനകളുടെ നിലപാടുകളും കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല. അതൊരു ബൂർഷ്വാ പാർട്ടി പോലെ, വലതുവശത്തേക്ക് പോകുന്നൊരു പാർട്ടി പോലെ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പാർട്ടികൾ ചിന്തിക്കുന്നത് പോലെ, മറ്റു പാർട്ടികൾ ചിന്തിക്കുന്ന പോലെയുള്ള രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് CPM എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുന്നവരുടെ കാണാൻ കഴിയുന്നത്. എന്തായാലും വിഭാഗീയത അതിൻ്റെ കൊടുമ്പിരി കൊണ്ടു. 1990 തുടങ്ങി, 2000 കൊടുമ്പിരി കൊണ്ടു. അത് ഇറങ്ങി വന്ന് 2025 ആകുമ്പോൾ വൺ സൈഡഡായി മാറിയിട്ടുണ്ട് പാർട്ടി. അത് നന്മയാണോ തിന്മയാണോ, നല്ലതിനാണോ ചീത്തയാണോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ.